ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഐഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാനേ പറ്റാത്ത 25 കാര്യങ്ങൾ. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലാതെ പുറത്തു നിന്നും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് .apk എന്ന് പറഞ്ഞ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഐഫോൺസിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മൾ ഡയലർ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ ഒരു കോൺടാക്റ്റിനെ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫോണിലെ പോലെ ഒരു പ്രാവശ്യം അമർത്തിയാൽ രണ്ട് പ്രാവശ്യം അമർത്തിയാൽ ബി എന്നുള്ള രീതിയിലുള്ള T9 ഡയലിംഗ് നമുക്ക് ലഭിക്കും. എന്നാൽ ഐഫോൺസിൽ T9 ഡയലർ ലഭിക്കുന്നില്ല. നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെങ്കിൽ ഐഫോണിൽ നിന്നും വിൻഡോസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഐഫോണിൽ നിന്നും മാക്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിലും എത്രയോ പാടാണ്. ഐഫോണിൽ നിന്നും വിൻഡോസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, നോർമലി ഐഫോൺ USB വഴി വിൻഡോസിൽ കുത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ ഫോൾഡർ പോലെ ആയിരിക്കും കാണുന്നത്. സോ നിങ്ങളുടെ ഐഫോണിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വിൻഡോസിലേക്ക് എളുപ്പമായിട്ട് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്പീഡ് ലേശം കുറവായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് സ്റ്റോറേജിലുള്ള ഫയൽസ് ആണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ iTunes ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം iTunes ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഐഫോൺ എടുത്തിട്ട് USB വഴി കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് iTunesനകത്ത് നിങ്ങളുടെ ഐഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജിലുള്ള കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കോപ്പി ചെയ്യാം. iTunes വഴി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്റ്റോറേജിലേക്കും ഡേറ്റ കോപ്പി ചെയ്യാം. എന്നാൽ നിങ്ങളൊരു മാക് യൂസർ ആണെങ്കിൽ ജസ്റ്റ് എയർ ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. സർപ്രൈസിംഗ്ലി എയർ ഡ്രോപ്പ് കേബിൾ ട്രാൻസ്ഫറിനേലും എത്രയോ മടങ്ങ് ഫാസ്റ്റ് ആണ്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണിനാണെങ്കിൽ USB വഴി തന്നെ ചടപടയുന്ന കാര്യങ്ങളൊക്കെ നടത്തും. ഈ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ല. സോ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ട്രൂ കോളർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് വരുവാണെങ്കിൽ ആൻഡ്രോയിഡിൽ കിട്ടിയിരുന്ന അത്രത്തോളം ഫീച്ചേഴ്സ് ഒന്നും ട്രൂ കോളറിൽ ഐഫോണിൽ ലഭിക്കില്ല. ഈവൻ പേര് എഴുതി കാണിക്കുന്നത് വരെ നമ്പറിനടിയിൽ ചെറുതായിട്ടൊക്കെ ആയിരിക്കും. അതായത് ട്രൂ കോളർ കാണുന്ന പോലെ വിശദമായിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻ വരില്ല. സോ ട്രൂ കോളർ ആൻഡ്രോയിഡിൽ ഐഫോൺസിലും എത്രയോ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ NFC ഉണ്ടെങ്കിൽ അഥവാ ടാപ്പ് ആൻഡ് പേ ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സാംസങ് പേ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഐഫോണിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ പേ ഇന്ത്യയിൽ സപ്പോർട്ടഡ് അല്ല. സോ NFC അല്ലെങ്കിൽ ടാപ്പ് ആൻഡ് പേ പേയ്മെൻറ്റ്സ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഐഫോണുകൾക്ക് ഇത്രയധികം വില ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോ മോഡൽസിൽ മാത്രമേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനുകൾ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ആൻഡ്രോയിഡ് ഫോണിൽ മിനിമം ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് തൊട്ട് ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസ് വരെ നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ വേരിയബിൾ റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നോച്ച് അല്ലെങ്കിൽ പില്ല്, അനോയിങ് ആയിട്ടുള്ള നോച്ചോ പില്ലോ നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ പൊതുവെ ഉണ്ടാവാറില്ല. ചെറിയൊരു പഞ്ച് ഹോൾഡ് ഡിസ്പ്ലേ വളരെ ബെസൽലെസ് ആയിട്ട് വരും. പിന്നെ ആൻഡ്രോയിഡിൽ വളരെ രസകരമായ ഒരു ഫീച്ചറാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് വരുന്നത്. അതായത് പുറകിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കും. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു വിൻഡോ മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ വിൻഡോ കാസ്കേഡ് ചെയ്ത് വെച്ച പോലെ നമുക്ക് പല സ്ഥലത്ത് വെച്ച് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പരിപാടി ഐഫോണിലില്ല. ഫ്ലോട്ടിംഗ് വിൻഡോയോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ മുകളിൽ ഒരു ആപ്ലിക്കേഷൻ വെക്കാം, താഴെ വേറൊരു ആപ്ലിക്കേഷൻ വെക്കാം, അഥവാ സ്പ്ലിറ്റ് സ്ക്രീൻ ഫംഗ്ഷനാലിറ്റി ചെയ്യാം. സോ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരു സാധനം ഡ്രാഗ് ചെയ്ത് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്പ്ലിറ്റ് സ്ക്രീൻ പരിപാടി. ഇപ്പോൾ പാട്ട് പാടുന്നവർക്കാണെങ്കിൽ കാരോക്കെ യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ലിറിക്സ് വെച്ച് സ്ക്രോളൊക്കെ ചെയ്ത് പാടണമെങ്കിൽ അതൊന്നും ഐഫോണിൽ നടക്കില്ല. 125 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, 90 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, 100 വാട്ട്, 55 വാട്ട്, 45 വാട്ട് എന്നിങ്ങനത്തെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഐഫോണിൽ നടക്കില്ല. 20 വാട്ടിൻ്റെ ഒരു ചാർജിങ് മാത്രമേ ഇപ്പോഴും ഇത്ര വിലപിടിപ്പുള്ള ഐഫോണിലും കിട്ടുന്നുള്ളൂ. സോ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യവും മറന്നേക്കുക. ഇനി നിങ്ങൾ വീഡിയോ കോൾസ് ഒരുപാട് ചെയ്യുന്നവരാണ്, വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ, നോർമലി ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് വീഡിയോ കോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ജസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് പോയാൽ വീഡിയോ കോൾ കുഞ്ഞായിട്ട് മിനിമൈസ് ആയി നമുക്ക് അവിടെ വീഡിയോ കാണാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോ അവർക്കും കാണാൻ പറ്റും. നോർമലി കോൾ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി നിൽക്കില്ല. പക്ഷേ ഐഫോണിലാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹോമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വീഡിയോ അങ്ങ് ഓഫാവും. അവരുടെ വീഡിയോയും കാണില്ല, നമ്മുടെ വീഡിയോയും കട്ടാവും, ഓഡിയോ മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്ലോട്ടിംഗ് വിൻഡോയിൽ നമുക്ക് വീഡിയോ കോൾസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഒരു ഫേസ് ടൈം കോളാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം. ഐഫോണിൻ്റെ ഒരു 128 GB ഒരു മിനിമം സ്റ്റോറേജ് വേരിയൻ്റ് ആണ് നിങ്ങൾ എടുത്തത്. എന്നാൽ ലേറ്റർ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടണമെങ്കിൽ ഐഫോണുകളിൽ മെമ്മറി കാർഡ് അല്ലെങ്കിൽ SD കാർഡ് ഇടാൻ പറ്റില്ല. പല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് മെമ്മറി കാർഡ് 1 TB വരെയൊക്കെ ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വിറ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 2 സിം കാർഡ് ഉണ്ട്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ 2 സിം സ്ലോട്ടിലും നിങ്ങൾ 2 സിം കാർഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോണിലേക്ക് മാറുവാണെങ്കിൽ ആ ഡ്യുവൽ ഫിസിക്കൽ സിം അങ്ങ് പോയി കിട്ടും. ഒരൊറ്റ ഫിസിക്കൽ സിം ഇടാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് സിം ആയിട്ട് കൺവെർട്ട് ചെയ്യണം. സോ സിം അല്ലാതെ നോർമൽ സിം തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ. സോ ഫിസിക്കൽ ഡ്യുവൽ സിം സപ്പോർട്ട് ഇല്ല. ഇനി നിങ്ങളുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ ഹോം സ്ക്രീൻ നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനെ കാണണോ അത്തരത്തിലുള്ള രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഐഫോണിൽ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നതൊക്കെ
ഭയങ്കര കുറുക്ക് വഴികളിലൂടെ ചെറിയ രീതിയിൽ പറ്റുമല്ലാണ്ട് ആൻഡ്രോയിഡിൽ പറ്റുന്ന പോലെ നടക്കില്ല. ഇനി നിങ്ങളൊരു ഡൈ ഹാർഡ് ആൻഡ്രോയിഡ് യൂസറാണ്, നിങ്ങൾ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഒക്കെ ഗൂഗിൾ ഡ്രൈവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് നിങ്ങൾക്ക് ഐഫോൺ മേടിച്ചിട്ട് ഐഫോണിലേക്ക് മാറ്റണമെങ്കിൽ ഐഫോണിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലേശം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ഐഫോണിൻ്റെ അകത്ത് വാട്സപ്പിൽ കിട്ടില്ല. ഐഫോണിൽ iCloud ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗൂഗിൾ ഡ്രൈവിലുള്ള ബാക്കപ്പ് ഫിസിക്കലി വയർ ഉപയോഗിച്ച് 2 ഫോണുകളും കണക്ട് ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് പിന്നീട് ബാക്കപ്പ് എടുക്കുമ്പോൾ അത് iCloudലേക്ക് ബാക്കപ്പ് ചെയ്ത് പിന്നീട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ മേടിക്കുമ്പോൾ ഇതേപോലെ വയർ കുത്തി ഫിസിക്കലായിട്ട് ഇങ്ങനെ ചെയ്യണം. സോ അതിനകത്ത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇല്ല. ഇനി പൊതുവേ നിങ്ങളുടെ ഐഫോൺ യൂസർ ആണെങ്കിൽ പ്രോ മോഡൽസ് അല്ല നോർമൽ നമ്പർ മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഐഫോൺ യൂസേഴ്സിൻ്റെ കയ്യിലെല്ലാം ഒരു കാര്യം നിർബന്ധമായിട്ടും ഉണ്ടാവും, ഒരു ചാർജർ അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക്. യെസ്, ഐഫോൺസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് പ്രോ മോഡൽസ് അല്ലാതെ നോർമൽ മോഡൽസിൽ പരിതാപകരമാണ് ഇപ്പോഴും. ശരിയാണ്, വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈവൻ 14ലും ഈ ഒരു 13ലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു ബാറ്ററി ബാക്കപ്പ് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഐ മീൻ 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രോ മാക്സ് വേരിയൻസ് ഒക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോ വേരിയൻസ് വരുന്നുണ്ട്. നോർമൽ വേരിയൻസ് സൂക്ഷിച്ചും കണ്ടു ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ദിവസം മുഴുവനും ബാറ്ററി നിൽക്കാറുള്ളൂ. ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മൾ ഫയൽ മാനേജർ യൂസ് ചെയ്യാറുണ്ട്. ആരെങ്കിലും വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫയൽ മാനേജറിൽ പോയിട്ട് ആൻഡ്രോയിഡിൽ പോയിട്ട് ഡേറ്റയിൽ പോയിട്ട് മീഡിയയിൽ പോയിട്ട് വാട്സപ്പിൻ്റെ അവിടെ പോയിട്ട് ഡോട്ട് സ്റ്റേറ്റസിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റസ് ഒക്കെ കാണും. അവിടെ നമ്മൾ എടുത്തിട്ട് നേരെ നമ്മൾ റീഷെയർ ചെയ്യുന്നു. എന്നാൽ ഐഫോണിൻ്റെ ഫയൽ മാനേജർ തലവേദനയാണ്. അതിനകത്തൊന്നുമില്ല. ആക്ച്വലി ഐഫോണിൻ്റെ ഫയൽ മാനേജർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകത്താണ് ജീവിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മൾ സേവ് ചെയ്ത കുറച്ച് ഡേറ്റ ഒക്കെ അവിടെ കിടപ്പുണ്ടാവും. അതും മറ്റ് ആപ്ലിക്കേഷൻസായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നൊരു ഐസൊലേറ്റഡ് സ്റ്റോറേജ് പോലെയാണ്. ആൻഡ്രോയിഡ് പോലെ വെർസറ്റൈലായിട്ട് നമുക്ക് ഗ്രാനുലാർ കൺട്രോൾ ഒന്നും കിട്ടില്ല. എനിക്ക് ആ ഫയൽ മാനേജർ ഒട്ടും ഇഷ്ടമല്ല. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ ഫോൺ ലോക്കാക്കി ഇരിക്കുമ്പോൾ ലോക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് ഫിംഗർ പ്രിൻറ്റ് വയ്ക്കും. ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചടയെന്ന് ഓണാവും. പക്ഷേ ഐഫോൺസിൽ ഫേസ് ഐ ഡി ആണ് ഇപ്പോഴും ഉള്ളത്. ഫേസ് ഐ ഡി മാത്രമേ ഉള്ളൂ. സോ ഫിംഗർ പ്രിൻറ്റ് പലപ്പോഴും മിസ്സാവും. ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫോൺ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് അൺലോക്ക് ചെയ്യുന്ന പരിപാടി പറ്റില്ല. നിങ്ങൾ ചരിഞ്ഞ് ഫോൺ എടുത്ത് നിങ്ങളുടെ മുഖം കാട്ടിയൊക്കെ അൺലോക്ക് ചെയ്യണം. സോ ഇപ്പോഴും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. ചില സമയങ്ങളിൽ നമ്മൾ ഒരേ ആപ്ലിക്കേഷൻ്റെ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസസ് വേണ്ടി വരും. വാട്സാപ്പ് തന്നെ ഡ്യുവൽ വാട്സാപ്പ്, ഡ്യുവൽ ടെലഗ്രാം, ഡ്യുവൽ ഫേസ്ബുക്ക് ഒക്കെ, ഡ്യുവൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ. ഈ ഡ്യുവൽ പരിപാടി ഐഫോണിൽ നടക്കില്ല. ഈ ഡ്യുവൽ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റില്ല. 2 വാട്സാപ്പ് വേണമെങ്കിൽ ഒരു വാട്സാപ്പും ഒരു വാട്സാപ്പ് ബിസിനസ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അതും ഒരു തലവേദനയാണ്. ഇനി ചില ആൾക്കാർക്ക് നോർമലി ആൻഡ്രോയിഡ് ഫോണിൻ്റെ കൂടെ വരുന്ന ആ ഒരു UI അല്ലെങ്കിൽ OS ഒന്നും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ MI UI ഇഷ്ടമല്ല, റിയൽമി UI ഇഷ്ടമല്ല, ഫൺ ടച്ച് OS ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു OS കയറ്റാം. ഇപ്പോൾ ലീനിയേജ് OS അങ്ങനെ കുറേ OSകൾ നമുക്ക് ഇഷ്ടമുള്ള റോമുകൾ കയറ്റാനായിട്ട് പറ്റും. ഈ റോം അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ, കസ്റ്റം റോംസ് ഒന്നും ആൻഡ്രോയിഡ് ഫോണിൽ നടക്കുന്ന പോലെ ഐഫോൺസിൽ നടക്കില്ല. ഇപ്പോൾ എത്ര പേര് ബ്ലൂടൂത്ത് വഴി ഒരു ഫോണിൽ നിന്നും വേറെ ഫോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഒരു ഗതിയും ഇല്ലെങ്കിൽ, നമ്മൾ നെറ്റ് ഒന്നും ഇല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അയക്കാറുണ്ട്. ആ പരിപാടി ഐഫോണിൽ നടക്കില്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ബ്ലൂടൂത്ത് വഴിയൊന്നും അയക്കാൻ പറ്റില്ല. പലപ്പോഴും എൻ്റെ സാംസങ് S22 Plusൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഫോൺ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇയർഫോൺസ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് വയർലെസ് ചാർജിങ് ഉള്ള ഇയർഫോൺ ആണെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ ആ ഒരു ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഫോൺ തന്നെ വയർലെസ് ചാർജറായിട്ട് ആക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാനായിട്ട് പറ്റും. ഇയർഫോൺസ് മാത്രമല്ല മറ്റ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസും ചാർജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഐഫോണിൽ വയർലെസ് ചാർജിങ് ഉണ്ട്, പക്ഷേ റിവേഴ്സ് വയർലെസ് ചാർജിങ് കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഐഫോൺ ഉണ്ട്, നിങ്ങൾക്കൊരു മാക്ക് ഉണ്ട്, നിങ്ങൾക്കൊരു ഐപാഡ് ഉണ്ട്, ഒരു ആൻഡ്രോയിഡ് ഫോണും ഉണ്ടെങ്കിൽ ഈ മാക്കിനും അതേപോലെ ഐപാഡിനും ആൻഡ്രോയിഡ് ഫോണിനും ചേർത്ത് നിങ്ങൾക്ക് USB-C കേബിൾ കൊണ്ട് നടന്നാൽ മതി. ഐഫോണിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ലൈറ്റിംഗ് കേബിൾ കൊണ്ട് നടക്കേണ്ടി വരും. അടുത്ത വർഷമെങ്കിലും USB-Cയിലേക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടറിയാം. ഇനി പോർട്ട് തന്നെ എടുത്ത് കളയുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് പെട്ടെന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് ഐഫോണിൽ ബാക്ക് ബട്ടൺ ഇല്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് ആകുമെങ്കിലും ടോട്ടൽ ബാക്ക്, ഇപ്പോൾ നമ്മൾ വാട്സാപ്പിനകത്തിരിക്കുകയാണ്, ഒരു ചാറ്റിനകത്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഓക്കെ ഈ ഒരു വാട്സാപ്പിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് പോകും. ആൻഡ്രോയിഡ് ഫോണിൽ വീണ്ടും നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിലേക്ക് പോകും. പക്ഷേ ഐഫോണിൽ അങ്ങനെ സ്ലൈഡ് ചെയ്ത ഹോം സ്ക്രീനിൽ പോകില്ല, താഴെ നിന്ന് മുകളിലേക്ക് ആക്കണം. സോ പലപ്പോഴും പല സ്ഥലങ്ങളിലും ബാക്ക് ബട്ടൺസ് ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. ചിലപ്പോൾ മുകൾ ഭാഗത്ത് ഇവിടെ ആയിരിക്കും ബാക്ക് ബട്ടൺ, ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും ബാക്ക്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ സ്വൈപ്പ് ചെയ്താലായിരിക്കും ബാക്ക്. ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു ബാക്ക് ബട്ടണാണ് അത്. ആക്ച്വലി ഒരു അനോയിങ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ്രോയിഡിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഐഫോൺ നിങ്ങൾ പൊന്നുപോലെ യൂസ് ചെയ്യുമായിരുന്നു, പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴെ വീണെങ്ങാനും പൊട്ടിപ്പോയി, ബാക്ക് ഗ്ലാസ്സാണ് പൊട്ടിയതെങ്കിൽ പോലും
എൻ്റെ മോനെ 25,000 തൊട്ട് 50,000 രൂപ വരെ മിനിമം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചിലവാകും. റിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഐഫോണുകൾക്കൊരു തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ എക്സ്പെൻസീവാണ് ഒരു ഐഫോൺ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ആൻഡ്രോയിഡ് ഫോൺ കമ്പയർ ചെയ്യുമ്പോൾ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങളും കൂടെ പറയാം. ഈ 25 കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ആൻഡ്രോയിഡിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഐഫോണിൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതേപോലെ തന്നെ ഐഫോൺ ഫാൻ ബോയ്സ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 25 കാര്യങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ? ഇനി ചിലപ്പോൾ കമൻറ്റ് ബോക്സ് വന്നിട്ട് ഐഫോണിൽ ഈ കാര്യം ചെയ്യാൻ പറ്റും, ഐഫോണിൽ ആ കാര്യം ചെയ്യാൻ പറ്റും, അത് ആൻഡ്രോയിഡിൽ പറ്റുമോ എന്ന് ഇവിടെ ചോദിക്കേണ്ട. കാരണം ഈ വീഡിയോയുടെ ടൈറ്റിൽ അതല്ല. ഈ വീഡിയോ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഐഫോണിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ്. ഐഫോണിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് ചിലവിലേക്ക് നോട്ടിഫിക്കേഷൻ ജനം മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.